നിറങ്ങളിലും ശബ്ദഘോഷങ്ങളിലും മുങ്ങിയ ഈ ആധുനിക ലോകത്തിൽ ആഘോഷങ്ങളുടെ വർണ്ണാഭയില്ലാതെ നിഴലിൽ ജീവിക്കുന്ന അനേകർ. ചില കുറവുകളുടെ പേരിൽ പലപ്പോഴും അകറ്റി നിർത്തപ്പെടുന്ന അവരിൽ വിലയേറിയ നിധികൾ മറഞ്ഞിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി അവർക്കു വേണ്ടി ജീവിക്കുന്ന ചിലർ. ആത്മീയതയുടെയും അറിവിൻ്റെയും ആഴങ്ങളിൽ അനേകർ തങ്ങളുടെ പ്രതിബിംബം കണ്ടെത്തുമ്പോൾ ഈ ലോകം അവരെ പ്രതി സന്തോഷിക്കുന്നു. ദൈവിക കരുണയുടെ സ്പർശത്തിലൂടെ തങ്ങളെ തന്നെ തിരിച്ചറിയുന്ന അവരിൽ അനേകർ ഈ സമൂഹത്തിൽ അനുഗ്രഹമായി മാറുന്നു. രണ്ടാം ലോക മഹായുദ്ധം അനേക ലക്ഷ്യങ്ങൾക്ക് സമ്മാനിച്ചത് അപരിഹാര്യമായ തകർച്ചകളാണ്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരും ദാരിദ്ര്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും പടുകുഴികളിൽ അകപ്പെട്ടവരും അനവധിയായിരുന്നു. ജീവിതമെന്തെന്ന് അറിയുന്നതിനു മുമ്പ് തന്നെ അനാഥരായി തീർന്ന കുഞ്ഞുങ്ങളും നിരാശയിലകപ്പെട്ട മറ്റനേകരും ലോക മനസാക്ഷിക്ക് മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി തീർന്നു. ആ കാലത്ത് തകർന്ന ജീവിതങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു വന്ധ്യവൈദികൻ ഇറ്റലിയിലുണ്ടായിരുന്നു. ദൈവദാസൻ അർത്തൂറോ ഡൊണോഫ്രിയോ ആയിരുന്നു അത്. ദരിദ്രരുടെയും വേദനിക്കുന്നവരുടെയും ആത്മാക്കളെ തൊട്ടറിഞ്ഞിരുന്ന അദ്ദേഹം മദർ അന്നയുടെ കൂടി സഹകരണത്തോടെ ആരംഭിച്ച സന്യാസിനി സമൂഹമാണ് ലിറ്റിൽ അപ്പസ്തലേറ്റ്സ് ഓഫ് റിഡംഷൻ. ദിവ്യരക്ഷയുടെ ചെറിയ പ്രേക്ഷിതർ. വേദനിക്കുന്നവരുടെയും നിരാശരുടെയും ആത്മരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് ഈ സമൂഹം ലോകമെമ്പാടും പ്രവർത്തന നിരതരായിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ പിഞ്ചു ബാല്യങ്ങളെ വാരിയെടുത്ത് തൻ്റെ ഭവനത്തിൽ പാർപ്പിച്ച ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനും പാദ്രി അർത്തൂറോ ഡൊണോഫ്രിയോ എന്ന വൈദികൻ 1949 ഒക്ടോബർ 2 ഞങ്ങളുടെ സഭയ്ക്ക്, അതായത് ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംഷൻ എന്ന സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു. 5 അർത്ഥിനികളോടൊപ്പമാണ് ഈ സന്യാസിനി സമൂഹം സ്ഥാപിക്കപ്പെട്ടത്. അതിൽ മാതൃ അന്ന വിത്തിയല്ലോ സന്യാസിനി സമൂഹത്തിൻ്റെ ജനറാളമ്മയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1971 മുതൽ കൊളംബിയ, ഗ്വാറ്റിമാല, സാൽവദോർ, മെക്സിക്കോ, പെറു, ഇന്ത്യ, ഇന്തോനേഷ്യ എന്നീ ഭാഗങ്ങളിലായി ഞങ്ങൾ സേവനം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിലായി തീവ്ര രോഗികളെയും അനാഥരെയും വൃദ്ധജനങ്ങളെയും ലക്ഷ്യം വെച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുന്നേറിയിരുന്ന ദിവ്യരക്ഷയുടെ ഈ പ്രേക്ഷിത സമൂഹം 1995 കേരളത്തിലേക്ക് എത്തിയപ്പോൾ ദൈവനിശ്ചിതമെന്ന വണ്ണം തങ്ങളുടെ മുൻ തീരുമാനപ്രകാരമുള്ള പ്രവർത്തന പദ്ധതിയിൽ ചെറിയൊരു മാറ്റം വരുത്തി. പാലാ രൂപതാധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. അങ്ങനെ പാലായ്ക്കടുത്ത് മണ്ണക്കനാട് ദിവ്യസാന്ത്വനത്തിൻ്റെ അമ്മയുടെ നാമധേയത്തിൽ മാതൃകാപരമായൊരു ബദിരവിദ്യാലയം രൂപം കൊണ്ടു. 1989 പാദ്രി അർത്തൂറോയും മാതൃ അന്നയും വേറെ 3 സിസ്റ്റേഴ്സും കൂടി പാലാ രൂപത അധ്യക്ഷനായ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയുടെ അനുവാദത്തോടു കൂടി മണ്ണക്കനാട് ഇടവകയിൽ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തു. 1995 നമ്മുടെ സ്കൂൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ പാലാ രൂപതയിലെ മെത്രാൻസനായിരുന്ന ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ്, അദ്ദേഹം പാലാ രൂപതയിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനമില്ലെന്ന് പറയുകയും സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കയ്യിലെടുത്ത് വളർത്തി അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഞങ്ങളോട് ഈ സ്ഥാപനം തുടങ്ങാനായിട്ട് പറയുക. അതനുസരിച്ചാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ സ്കൂള് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കുക. എല്ലാം
തമ്പുരാൻ്റെ കയ്യിലെ ഒരു പ്രവർത്തനം മാത്രമാണ്. മൂകബധിര കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേക രീതിയിൽ ഒരു ക്വാളിറ്റി ബേസ്ഡ് സ്ഥാപനമായിട്ട് ഇത് മാറിയിരിക്കാം. ഈ കുട്ടികളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ഈ സ്ഥാപനം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കുട്ടികളുടെ മാതാപിതാക്കളുമായി ഒരു നിരന്തര സമ്പർക്കം പുലർത്തുകയും മാതാപിതാക്കളെയും ഈ കുട്ടികളുടെ വളർച്ചയിൽ ഭാഗഭാക്കുകളാകുവാനായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ലേഡി ഓഫ് കൺസൊലേഷൻ ഡെഫ് സ്കൂൾ തങ്ങളുടെ പ്രവർത്തന ചരിത്രത്തിൽ 22-ാം വർഷത്തിൽ മുന്നേറുമ്പോൾ ഈ പ്രേക്ഷിത സമൂഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടങ്ങൾ അനവധിയാണ്. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതിനകം ജീവിതത്തിൽ ശരിയായ ദിശാബോധവും ആത്മവിശ്വാസവും പകർന്നു നൽകിയിരിക്കുന്നതിനൊപ്പം ഇവിടെ നിന്നും 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ എല്ലാവരും മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളെ ചേർത്തു നിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന ശൈലിയും അകമഴിഞ്ഞ ആത്മാർത്ഥതയും സർവോപരി തികഞ്ഞ ദൈവകൃപയുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. 1995 ജൂൺ 1-ാം തീയതിയാണ് നമ്മുടെ സ്കൂളിൻ്റെ ആരംഭം കുറിച്ചത്. അവർ ലേഡി ഓഫ് കൺസൊലേഷൻ ഡെഫ് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ 70 കുട്ടികളും 15 സ്റ്റാഫുമായിട്ട് ജോലി ചെയ്തു വരുന്നു. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ ഏകദേശം 120ഓളം കുട്ടികൾ 12 വർഷമായിട്ട് SLCക്ക് 100% വിജയത്തിൽ ഈ പടിയിറങ്ങുവാനായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിപ്പിച്ചു. കുട്ടികളുടെ ഓരോ പ്രവർത്തനങ്ങളിലും സ്കൂളിലെ ടീച്ചേഴ്സും പേരൻസും വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഈ സമൂഹങ്ങളിൽ ശ്രവണ വൈകല്യങ്ങളോടെ പിറന്നു വീഴുന്നവർ അധികവും തങ്ങളുടെ ചുറ്റുപാടുകൾക്കിടയിൽ ഒറ്റപ്പെടുന്നവരായിരുന്നു. പലപ്പോഴും ഒന്നിനും കൊള്ളാത്തവർ എന്ന മുദ്ര പേറിയിരുന്നവരായിരുന്നു അവർ. എന്നാൽ തങ്ങളുടെ 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട സേവന ചരിത്രത്തിൽ ഈ വിദ്യാലയം തെളിയിച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ശരിയായ പരിശീലനത്തിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്നും അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും തന്നെയാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനത്തെ കുട്ടികൾ ഒരു റൂമിൽ തന്നെ അടച്ച് വീടുകളിലായിരുന്നു. എന്നാൽ സമൂഹത്തിലേക്ക് ഇപ്പോൾ അവർ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളം തന്നെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ISRO, വിപ്രോ, TVS എന്നീ സ്ഥലങ്ങളിൽ ആയിട്ട് ജോലി ചെയ്ത് അവരുടെ ജീവിതാന്തസ്സിൽ തന്നെ വളരെയധികം കുട്ടികൾ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് മാത്രമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ കുട്ടികളുടെ പേരൻസ് ആണേലും ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. മൂന്നര വയസ്സിലെ കുട്ടികൾ എത്തുമ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്യുക ഓഡിയോ മീറ്ററുകളിലൂടെ അവരുടെ കേൾവിയുടെ ശതമാനം എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി അതിനുശേഷം ഹിയറിംഗ് എയ്ഡ് വയ്ക്കുക, അതിനുശേഷം സ്പീച്ച് തെറാപ്പി ആരംഭിക്കുക. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിലൊരു കുട്ടി വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുക. അവരുടെ കേൾവി എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് സ്പീച്ച് തെറാപ്പി വളരെ നല്ല രീതിയിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ആദ്യം വരുന്ന കുട്ടികൾ ഒന്നും ഒരു അക്ഷരം പോയിട്ട് ഒരൊച്ച പോലും ഒരു ശബ്ദം പോലും കേൾപ്പിക്കാൻ പറ്റാതെ വരുന്ന കുട്ടികളെ നമ്മൾ അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത് വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവർ നമ്മുടെ ചുണ്ടിൻ്റെ ചലനം നോക്കി ഒരുമാതിരി നന്നായിട്ട് സംസാരിക്കാനായിട്ട് അവരെ ഞങ്ങൾ പ്രാപ്തരാക്കിയെടുക്കുന്നു. ചെറുപ്പകാലത്ത് നമ്മുടെ കൈകളിൽ കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ ലിപ് റീഡിങ്ങിലൂടെയും സ്പീച്ച് തെറാപ്പിയിലൂടെയും അവർക്ക് വളരെയധികം പുരോഗതി പ്രാപിക്കുവാനായിട്ട് സാധിക്കും. സമൂഹത്തിലേക്ക് അവർ ഇറങ്ങി തിരിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെതായ രീതിയിൽ അവർക്ക് ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. ശരിയായ രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ തങ്ങളുടെ കഴിവുകളിൽ വളരേണ്ടതിനായി ചെറിയ പ്രായത്തിൽ തന്നെ അവർ പരിശീലിപ്പിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇവർ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റു സ്കൂളുകളുടേതിന് സമാനമായ പാഠ്യവിഷയങ്ങൾ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടെ അഭ്യസിപ്പിക്കപ്പെടുന്നത്. എങ്കിലും ഇവരുടെ ശാരീരികമായ പരിമിതികൾ പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്നതിന് തടസ്സമായി മാറുന്നില്ല. ശരിയായ സമയത്തും ശരിയായ രീതിയിലും ഇവർക്ക് ലഭിക്കുന്ന പരിശീലനമാണ് ഈ വിജയങ്ങളുടെ അടിസ്ഥാനം. ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചോളം
ഒരു കാര്യം പറയാനുള്ളത്, ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പരിശീലനം കൊടുക്കണം. ആ പരിശീലനം വേണ്ട വിധം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാതാപിതാക്കൾ അറിയുമ്പോൾ തന്നെ അവർക്ക് സ്പീച്ച് തെറാപ്പി തുടങ്ങുക. അതുപോലെ തന്നെ അവരെ ജനറൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി അയക്കാതെ തന്നെ ജനറൽ സ്കൂളിലിരിക്കുമ്പോൾ അവരെ പൊട്ടന്മാരെന്ന് വിളിച്ച് കളിയാക്കുന്നു. അങ്ങനെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ കുഞ്ഞുങ്ങൾ നേരിടുന്നു. എന്നാൽ ഇങ്ങനത്തെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ എത്തിച്ചാൽ അവർക്ക് വേണ്ടതായ രീതിയിൽ പരിശീലനം കിട്ടിയ അധ്യാപകർ അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അവർ കുട്ടികൾക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, സമൂഹവും കുട്ടികളും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കുക. ആശയവിനിമയം പരിമിതികളിൽ ഒതുങ്ങുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശരിയായ ജീവിതബോധ്യങ്ങളും ആത്മീയ കാഴ്ചപ്പാടുകളും പകർന്നു നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും ലഭിക്കേണ്ട അടിസ്ഥാന പാഠങ്ങളുടെ പോലും അഭാവം ഒരു പരിധിവരെ നേരിടുന്നതിനാൽ തന്നെ ഈ വിദ്യാലയത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. നന്മയിൽ അവരെ വളർത്തുവാനും ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ആത്മീയ പരിപോഷണം നൽകുന്നതിനും ഇവർ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. ഒപ്പം മാതാപിതാക്കൾക്ക് ആവശ്യമായ പരിശീലനം പതിവായി നൽകുന്നതിലും ഈ സമൂഹം ബദ്ധശ്രദ്ധരാണ്. എല്ലാ മാസവും ഈ കുട്ടികൾക്ക് വേണ്ട ആധ്യാത്മിക ശുശ്രൂഷ നൽകുവാനായിട്ട് ഞാൻ വരുന്നുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം ഇവർക്ക് ആംഗ്യ ഭാഷയിൽ കുർബാനയും കുമ്പസാരവും അതോടൊപ്പം തന്നെ ക്ലാസ്സും ഇവർക്കായിട്ട് നൽകുന്നുണ്ട്. ഇതുകൂടാതെ ഇവരുടെ മാതാപിതാക്കളെയും ബോധവൽക്കരിക്കുക എന്നുള്ള കർമ്മ പരിപാടിയിലും ഞങ്ങൾ എത്താറുണ്ട്. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ മാത്രമാണ് അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവുക. മാതാപിതാക്കൾ ഇവരുടെ ആംഗ്യഭാഷ പഠിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സ്നേഹവും കാരുണ്യവും മക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്യണം എന്നുള്ളത് ഇവരുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ആയതിനാൽ മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട സൈൻ ലാംഗ്വേജിലുള്ള ആംഗ്യഭാഷയിലുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം. കാരണം മാതാപിതാക്കൾക്ക് തങ്ങളുടെ സ്നേഹവും തങ്ങളുടെ പരിചരണവും തങ്ങളുടെ ചിന്തയുമെല്ലാം മക്കളിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ മക്കളുടെ ഭാഷയിൽ സംസാരിക്കുവാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്. ആയതിനാൽ മാതാപിതാക്കൾ അവർ ഏത് പ്രായത്തിലായാൽ തന്നെയും അവർ ഒത്തിരിയധികം പരിശ്രമിച്ചുകൊണ്ട് ഈ ഭാഷ പഠിച്ചെടുക്കുവാൻ അവർ മുന്നോട്ട് വരാറുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ഈ സമൂഹം കഠിന പ്രയത്നം ചെയ്യുന്നു. മറ്റേതൊരു വിദ്യാലയത്തിനും അവകാശപ്പെടുവാൻ കഴിയുന്നത്രയോ അതിലുമേറെയോ നേട്ടങ്ങൾ ഈ കുഞ്ഞുങ്ങൾ പതിവായി കരസ്ഥമാക്കുന്നു. പ്രവൃത്തി പരിചയമേളകളിലും മറ്റേറെ മത്സരങ്ങളിലും ഇവരുടെ വിജയങ്ങൾ അഭിമാനകരമാണ്. ശബ്ദമില്ലാത്ത ഈ ലോകത്ത് ജീവിക്കുന്ന ഇവർക്ക് യുക്തമായ പരിശീലനങ്ങൾ നൽകി മികച്ചൊരു ബാൻഡ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അത്ഭുതകരമായാണ്. നമ്മുടെ ഇവിടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുക ബാൻഡ്, ഡാൻസ്, കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്, യോഗ ക്ലാസ്, കൗൺസിലിങ്, അവരുടെ കായികപരമായ സ്പോർട്സ് പരിശീലനത്തിലൂടെ കുട്ടികളെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവർ വർക്ക് എക്സ്പീരിയൻസ്, ഡാൻസ്, ബാൻഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്റ്റേറ്റ് ലെവലിൽ അവർ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നുണ്ട് എല്ലാ വർഷവും. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കുട്ടികളുടെ കൂടെ അവർ മത്സരിക്കുമ്പോൾ പോലും അവർക്ക് മുൻപന്തിയിലെത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു കഴിവിൻ്റെ നേട്ടമാണ്. തങ്ങളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ലോകത്തിൻ്റെ മാറിയ സാഹചര്യങ്ങളിൽ ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ നാം ഏവരും കൂടുതൽ കരുതലുള്ളവരായിരിക്കുവാൻ ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്മയുടെ പടയാളികളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവരുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഈ സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. അതുപോലെ തന്നെ
കുടുംബത്തിനുള്ളിൽ ശരിയായ പരിഗണനയും പരിശീലനവും നൽകേണ്ടത് ഏറ്റവും പ്രധാനമാണെന്നും ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറുപ്പകാലം മുതലേ നല്ല പരിശീലനത്തിലൂടെ അവരെ നല്ലവരാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ലോകം ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങളും മാധ്യമങ്ങൾ ഇങ്ങനെ ചൂഴ്ന്നിറങ്ങുന്ന ഈ ലോകത്തിൽ ഈ കുഞ്ഞുങ്ങളെയും അത് ബാധിക്കും. അത് മനസ്സിലാക്കിക്കൊള്ളുക. എല്ലാ മാധ്യമങ്ങളും ഇവരെയും അത് ചൂഷണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കണം ഈ കാര്യത്തിൽ. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈല്, TV അങ്ങനെ എല്ലാ മാധ്യമങ്ങളുടെ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയാൽ മാത്രമേ ഈ ലോകത്തിൽ നല്ലൊരു വിജയം നമുക്ക് നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ ഒരു വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അവരെ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ കണ്ടുകൊണ്ട് അവർക്ക് കൂടുതൽ വാത്സല്യവും സ്നേഹവും കൊടുക്കെങ്കിൽ പോലും അവരെയും ശിക്ഷണ രീതിയിൽ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളും സമൂഹത്തിൻ്റേതായിട്ട് തീരുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുക, അനുകമ്പ കൊടുക്കുക, വാത്സല്യം കൊടുക്കുന്നതോടുകൂടി കുട്ടികൾ വഷളായി തീരുക എന്നുള്ളത് തീർച്ചയാണ്. കുട്ടികളെപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി തീർന്നുകൊണ്ട് മാതാപിതാക്കന്മാരുടെ ചിട്ടയിലും അവരുടേതായ ആ പരിശീലനത്തിലൂടെ മാത്രമേ കുഞ്ഞുങ്ങളെ ഭാവിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. സമൂഹത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്നിത് മാറിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെയും തൊട്ടടുത്തുള്ള നമ്മുടെ പാലാ രൂപതയുടെയുമൊക്കെ എല്ലാം ഫുൾ സപ്പോർട്ട് ഈ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ സ്ഥാപനം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും ഞാൻ വിലയിരുത്തുമ്പോൾ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും അനുഗ്രഹങ്ങളും അവരുടെ സപ്പോർട്ടും ഈ സ്ഥാപനത്തിന് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കുവാനും സാധിക്കും. എല്ലാവരെയും ഇതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശബ്ദമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന ഇവർ ഇന്ന് വിശ്വാസതലത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ്. ഇവർക്ക് ആത്മീയ പാഠങ്ങൾ നൽകി വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുത്തുവാനും കൂദാശകളുടെ പരികർമ്മം വഴിയായി കൃപാവരത്തിൽ ഉറപ്പിക്കുവാനും തക്ക യോജ്യമായ സംവിധാനങ്ങൾ സഭയുടെ പൂന്തോപ്പിൽ ഇനിയും ഒരുക്കപ്പെട്ടിട്ടില്ല. ഇത്തരക്കാർക്ക് ഉറപ്പുള്ള ഒരു വിശ്വാസ ജീവിതത്തിനുള്ള അവസരമൊരുക്കുവാനായി ഇനിയുമേറെ പേർ മുന്നോട്ട് വരേണ്ടതുണ്ടെന്ന് ഫാദർ ബിജു ഓർമ്മിക്കുന്നു. ഈ സ്കൂളിൽ ഞാൻ 7-8 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സേവനം വച്ച് നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ആംഗ്യ ഭാഷയിലൂടെ ദൈവത്തെ അനുഭവിച്ചറിയുവാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടെയുള്ള ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ഈ പ്രവർത്തനങ്ങളെയും സേവനത്തെയും നാം ഒത്തിരിയേറെ വിലമതിക്കേണ്ടതുണ്ട്. സഭ ഇന്ന് അത്യധികം പുരോഗമനത്തിൻ്റെ പാതയിലൂടെ നീങ്ങുമ്പോൾ സഭയിലുള്ള ഈ വിഭാഗം ആൾക്കാരെയും ചേർത്തിണക്കി കൊണ്ടുപോവുക എന്നുള്ളത് സഭയുടെ ഒരു ദൗത്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് ആംഗ്യഭാഷയിലൂടെ അവരുടെ മാതൃഭാഷയിലൂടെ ദൈവത്തെ അറിയിക്കുവാനും സഭയുടെ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുവാനും ധാരാളം പ്രയത്നങ്ങൾ എടുക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ മാസത്തിലൊരു പ്രാവശ്യം ഇവർക്ക് വേണ്ടത്ര കുർബാനയും കുമ്പസാരവും കൂദാശകളുമൊക്കെ നൽകി ഈ കുഞ്ഞുങ്ങളെ ആത്മീയ പോഷണം നൽകി വളർത്തുന്നുണ്ട്. സഭയുടെ ഈ കർമ്മം നിർവഹിക്കുന്ന ഈ സിസ്റ്റേഴ്സിനെ നമുക്ക് നല്ല മനസ്സോടുകൂടി വരവേൽക്കാം. കൂടുതൽ പ്രേക്ഷിതർ ഈ മണ്ഡലത്തിലേക്ക് കർമ്മമണ്ഡലത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. സഭയിൽ ഇതുപോലുള്ള ധാരാളം പേര് സദ്വാർത്ത അറിയാതെ, ദൈവത്തെ അറിയാതെ, ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ദൈവകരുണയുടെ തികഞ്ഞ പ്രേക്ഷിതരായി മാറി അനേക ഹൃദയങ്ങളിൽ പ്രത്യാശ നിറയ്ക്കുകയും അവരെ ലോകത്തിനു മുന്നിൽ ഉയർത്തി നിർത്തുകയും ചെയ്യുന്ന
മഹത്തായ ഒരു സ്ഥാപനം. പലരും അനുഭാവത്തോടെ വീക്ഷിക്കുന്നെങ്കിൽ തന്നെയും ഈ പൊതുസമൂഹം പോലും നിഷ്ക്രിയമായി മാറുന്ന ശബ്ദമില്ലായ്മയുടെ തടവറയിൽ നിന്ന് അനേകരെ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസ്സിലേക്ക് പറക്കുവാൻ പരിശീലിപ്പിക്കുന്ന ഇവർ നമുക്ക് അഭിമാനമാണ്. ഇനിയുമേറെ ആത്മാക്കൾ ഈ സമർപ്പിത കരങ്ങളിലൂടെ ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.